ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്നൊരു നാടൻ സ്റ്റൈലുള്ള ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അതിനായി 400 ഗ്രാം ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടികൾ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒരു സവാളയുടെ പകുതി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ നല്ലത്, വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വെക്കുകയാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂറിന് ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പിന് താഴെ വെള്ളം ചേർത്ത് കുക്കറിൽ അടച്ച് വെച്ച് ഞാനിപ്പോൾ ഒരു 4 വിസിൽ വരെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കുക്കറിൽ വേവാൻ ആവശ്യത്തിന് ഉള്ള രീതിയിൽ വിസിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക. ബീഫ് നന്നായിട്ട് വെന്ത് കഴിയുന്ന ആ സമയത്തേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കാം. 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും സാധനങ്ങൾ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം അതിലേക്ക് 3 സവാളയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതുകൂടി ചേർത്ത് ഇളക്കി നന്നായി ഒന്ന് വഴട്ടിയെടുക്കാം. സവാള വഴണ്ട് റെഡിയായി വന്നു കഴിയുമ്പോഴത്തേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി അതുകൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. തക്കാളിയും നന്നായിട്ട് ഉടഞ്ഞു വരണം. ഈ സമയത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയും നന്നായി ഒന്ന് ഉടഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള മസാലകൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ വീതം ഗരം മസാലയും പെരിഞ്ജീരകം പൊടിച്ചതും. ഇതെല്ലാം ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നന്നായി ഒന്ന് പച്ചമണമൊക്കെ മാറി വന്നു കഴിയുമ്പോൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് വേണമെങ്കിൽ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ബാക്കി ബീഫിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കാരണം വെള്ളം ഒരുപാടുണ്ടെങ്കിൽ വെള്ളം നമുക്ക് നല്ലപോലെ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അതായത് ബീഫ് കറിയല്ല, നമ്മൾ ബീഫ് റോസ്റ്റ് അല്ലേ തയ്യാറാക്കുന്നത്. ഞാൻ ബാക്കി ബീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2-3 മിനിറ്റ് നേരം അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. അതിനുശേഷം അടപ്പ് തുറന്ന് ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം അടപ്പ് തുറന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിനകത്തെ ചാറിൻ്റെ അല്ലെങ്കിൽ കറിയുടെ ഇത് കുറുകി എത്രത്തോളം വരണമെന്നുള്ളതനുസരിച്ച് നിങ്ങൾക്ക് ചാറ് കുറച്ചും കൂട്ടിയൊക്കെ എടുക്കാം, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. ഇനി അടുത്ത സ്റ്റെപ്പ് ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ കറിക്ക് ടേസ്റ്റ് കൂടാനായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 1/4 പാലാണ് ചേർക്കേണ്ടത്. അത് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ ടേസ്റ്റ് മാറും. ഇത് ഓപ്ഷണലാണ്, എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇത് ചെയ്യാതെ തന്നെ നിർത്തിയാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് കിട്ടും. അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് തിളച്ച് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളി ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അവസാനമായിട്ട് ഞാൻ കുറച്ച് മുളകും തക്കാളിയും ചേർക്കുന്നുണ്ട്. തക്കാളിയുടെ ഉൾഭാഗമൊക്കെ മാറ്റിയിട്ടാണ് ഇത് ചേർത്തിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ തക്കാളിയൊക്കെ ചേർത്ത് കിട്ടില്ലേ. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് അതുകൂടി ചേർക്കാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ഇരിക്കുക. താങ്ക്